മോർണിംഗ് everybody. നമ്മളിന്ന് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഇനി നമ്മൾ ഇതിനെ 3 പ്രാവശ്യം അരിച്ചു മാറ്റണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം അരിച്ചു മാറ്റണം. അതിൽ കിടക്കുന്ന കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് 3ാമത്തെ പ്രാവശ്യം നമ്മൾ അരിച്ച് മാറ്റി എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഒരു പ്ലേറ്റ് എടുത്ത് പാത്രത്തിൽ 2 മുട്ട എടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ബീറ്ററോ മിക്സറോ അല്ലെങ്കിൽ വിസ്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ബീറ്ററാണ്. മുട്ട നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് വാനില എസൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചത് കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പഴഞ്ഞ് മിക്സ് ചെയ്ത് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ടോ? ഇനി അതിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 6 ഡ്രോപ്സ് റെഡ് വെൽവെറ്റ് റെഡ് കളർ നമ്മൾ ആഡ് ചെയ്യണം. ജെൽ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല സൂപ്പർ കളറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ റെഡിൻ്റെ അതേ കളർ വരുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കളറ് എല്ലാ സ്ഥലത്തും നന്നായിട്ട് വരുന്നുണ്ട്. ഒരു 3 സ്പൂൺ ചെറിയ ചൂടുള്ള പാലും കൂടി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് വിസ്ക് വെച്ചിട്ട് ഒരു സൈഡിലോട്ട് മാത്രം നമ്മൾ കറക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. മിക്സ് ചെയ്ത് 2-3 പ്രാവശ്യമായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ. 7 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ആ ടൈമിൽ നമ്മൾ ഇതിനെ ഒരു മോൾഡിലേക്ക് മാറ്റണം. മോൾഡിൽ നമ്മളെന്ത് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ പുരട്ടിയ ഒരു ടിന്നിലേക്കാണ് നമ്മളിത് മാറ്റുന്നത്. കണ്ടോ?
ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലേക്ക് ഇത് വയ്ക്കുക. 25 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള ഭംഗിയല്ലേ കാണാൻ. നമുക്കിനി ഒരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. കണ്ട എന്ത് സ്പോഞ്ചി ആയിട്ടിരിക്കുന്നതെന്ന് നോക്കിയേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാലും ഷെയർ ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അടിപൊളിയാണ്. നോക്ക് എന്താ ഒരു ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേ.